അടുത്തത് അപേക്ഷ കേൾക്കും. ആമേൻ. എന്താണോ നിന്റെ അപേക്ഷ, എന്താണോ നിന്റെ ഭാരം, എന്താണോ നിന്റെ പ്രയാസം, ഓർത്തു കഴിഞ്ഞാൽ നീ പറയുന്നത് എൻ്റെ ദൈവം കേൾക്കുമെന്ന്. കർത്താവ് നിന്നെ ഓർക്കാൻ തുടങ്ങിയ നീ വായ് കൊണ്ട് പറയുന്നത് എൻ്റെ ദൈവം കേൾക്കുമെന്ന്. നീ വായ് തുറന്ന് പറയുന്നത്, നിന്നെ ഭാരപ്പെടുത്തുന്നത്, നിന്നെ സങ്കടത്തിലാക്കുന്നത്, നിന്നെ പ്രതികൂലത്തിൽ കൊണ്ടുവന്നിടുന്നത് എൻ്റെ ദൈവം കേൾക്കുമെന്ന്. ഹല്ലേലൂയ. അടുത്തത് എനിക്ക് അവിടെ ഇഷ്ടമുള്ളത്, അപേക്ഷ കേട്ട് കഴിഞ്ഞാൽ അവളുടെ ഗർഭത്തെ തുറക്കുന്നു. ഓ റബ ശന്തരാധന. അപേക്ഷ കേട്ട് കഴിഞ്ഞാൽ അടയപ്പെട്ട് കിടക്കുന്ന ചിലതിനെ എൻ്റെ ദൈവം തുറക്കാൻ തുടങ്ങൂ. അപേക്ഷ കേൾക്കാൻ തുടങ്ങിയ നിന്നെ എൻ്റെ ദൈവം ഓർക്കാൻ തുടങ്ങിയ, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ തുടങ്ങിയ, നിന്റെ സങ്കടം ദൈവം കാണാൻ തുടങ്ങിയ, അടയപ്പെട്ട് കിടക്കുന്ന മേഖല ഏതാണെങ്കിലോ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറക്കുമെന്ന്. ഇന്ന് രാത്രി ചിലരെയൊക്കെ കർത്താവ് ഓർക്കാൻ തുടങ്ങുകയാ. ചിലരെ കർത്താവ് ഇന്ന് രാത്രി ഓർക്കാൻ തുടങ്ങുകയാ. ചിലരുടെ അപേക്ഷ ദൈവം കേൾക്കാൻ തുടങ്ങുകയാ. വരുന്ന ദിവസങ്ങളില് ചിലത് അങ്ങനെയെങ്കിൽ നിനക്ക് വേണ്ടി തുറക്കുന്ന ചില വിടുതലുകള്, നിനക്ക് വേണ്ടി തുറക്കുന്ന ചില വിടുതലുകൾ ഇന്ന് രാത്രി ഞാൻ കാണുമെന്ന് വായ് തുറന്ന് പറ. എന്റെ ദൈവം എന്നെ ഓർക്കാൻ തുടങ്ങിയ, എന്റെ ദൈവം എന്റെ അപേക്ഷ കേൾക്കാൻ തുടങ്ങിയ വരുന്ന ആഴ്ചയില് എനിക്ക് വേണ്ടി തുറന്നിട്ട ഡോറുകൾ ഞാൻ കാണുമെന്ന്. ചിലർക്ക് വേണ്ടി ചില വാതിലുകളൊക്കെ ദൈവം തുറക്കാൻ തുടങ്ങുകയാ. തമ്പുരാൻ നിന്നെ ഓർക്കാൻ തുടങ്ങി. ആരെ നോക്കി ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുകയാ, ദൈവം നിന്നെ ഓർക്കാൻ തുടങ്ങി. തങ്കവണ്ടി ഓർക്കാൻ തുടങ്ങി. ദൈവം ഓർക്കാൻ തുടങ്ങിയ ഏത് പിശാച് നിന്റെ വാതിലുകൾ അടച്ചിട്ടാലോ, ഏത് സ്പിരിറ്റ് വന്ന് നിന്നെ നന്മയെ ബ്ലോക്ക് ചെയ്താലോ എന്റെ ദൈവം അത് തുറക്കുമെന്ന് ഞാൻ പറഞ്ഞ ചില വാതിലുകൾ ഇന്ന് രാത്രി ആർക്കൊക്കെ വേണ്ടി തനിയെ തുറക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന്, കർത്താവ് ഓർത്താൽ. രണ്ട്, അപേക്ഷ കേട്ട്. മൂന്ന്, അവളുടെ ഗർഭത്തെ തുറന്നു. ഹല്ലേലൂയ. അപ്പൊ ഇതുവരെ തുറന്നിട്ടില്ല, ഇതുവരെ ഹല്ലേലൂയ തുറക്കാത്തതെന്തോ ഒന്ന് അടഞ്ഞു കിടക്ക ഇവളുടെ ലൈഫിനകത്ത്. ആ ഒരു തലമുറയുടെ നന്മ കാണാതെ ഇവളുടെ ലൈഫിന്റെ ആ വഴി അടഞ്ഞു കിടക്കുകയാ. എനിക്കറിയില്ല, പരിശുദ്ധമാനോട് പറയുന്നു, നാളുകളായി അടഞ്ഞു കിടക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഇന്നെന്റെ ദൈവം ഓർക്കാൻ തുടങ്ങുകയാണെന്ന്. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പലപ്പോഴും നീ പറഞ്ഞു, കർത്താവേ നീ എന്നെ മറന്നുപോയോ, നീ എന്നെ മറന്നുപോയോ എന്ന് ചോദിക്കുന്ന ചില വിഷയങ്ങൾ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ഇല്ല കുഞ്ഞെ, ഞാൻ മറന്നുപോയില്ല, ഇല്ല കുഞ്ഞെ, ഞാൻ മറന്നുപോയില്ല. ഞാൻ നിന്നെ ഓർക്കാൻ തുടങ്ങുകയാ, ഞാൻ നിന്നെ ഓർക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. ഒത്തിരി തവണ ചോദിച്ചില്ലേ, കർത്താവേ മറന്നുപോയോ? എന്താ മറുപടി തരാഞ്ഞത്? തമ്പുരാൻ മറന്നിട്ടല്ല കേട്ടോ. ഹല്ലേലൂയ. അല്പകാലത്തേക്ക് ഞാൻ നിന്നെ മറന്നു എങ്കിലോ മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർക്കുന്ന ഒരു ടൈമുണ്ട്. മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ടൈം. മറന്നു പോയിട്ടല്ല. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ വലിയൊരു സംഭവമാ. രണ്ട് ഭാര്യമാര്, ആമേൻ. ലേയ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നു. റാഹേലിനാണെങ്കിൽ ലൈഫിനകത്ത് അങ്ങനെ ഒരു വിടുതൽ ഇതുവരെ ഉണ്ടായില്ല. ആമേൻ. ഒരു വീട്ടിൽ രണ്ട് സഹോദരിമാർ. നോക്കിയാ റാഹേലിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കണേ. തൻ്റെ സഹോദരി
കുഞ്ഞുങ്ങൾക്ക് ഗർഭം നൽകുന്നു, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. നോർമലായിട്ട് ചിന്തിച്ചാൽ ഈ സഹോദരിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മാനസികമായി വല്ലാത്തെയുള്ള ഭാരമാ. തനിക്കൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കുവാൻ കഴിയുന്നില്ല, തനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കുവാൻ കഴിയുന്നില്ല, തനിക്കൊരു കുഞ്ഞിനെ വളർത്തുവാൻ സാധിക്കുന്നില്ല. പൈശാചിക മണ്ഡല അവളുടെ ഉദരത്തെ അടച്ചു വെച്ചെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്പിരിറ്റ് വന്ന് അവളുടെ ഉദരത്തെ അടച്ചു വെച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിന്നെ ഓർക്കാൻ തുടങ്ങിയ. ആരെ നോക്കി ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാകട്ടോ, ചില വിഷയങ്ങളെ കർത്താവ് ഓർക്കാൻ തുടങ്ങുകയാണെന്ന്. ചില വിഷയങ്ങളെ കർത്താവ് ഓർക്കാൻ തുടങ്ങുകയാ. പലപ്പോഴും നമ്മൾ ചിന്തിക്കോ, ആരെങ്കിലുമൊക്കെ ഒന്ന് ഓർത്തിരുന്നെങ്കിലെന്ന്. ആരെങ്കിലും ഓർത്തിട്ട് പ്രയോജനമില്ല. ദൈവം നിന്നെ ഓർക്കാൻ തുടങ്ങിയ, ദൈവം നിന്നെ ഓർക്കാൻ തുടങ്ങിയ. ഏത് ശക്തി വന്ന് നിന്റെ നന്മയെ പുറത്തു വരാതെ അടച്ചു വെച്ചാലോ, ഏതെല്ലാം ശക്തി വന്ന് ഏതെല്ലാം മേഖല വന്ന് നിന്റെ തലമുറയുടെ ഭാവി അടച്ചു വെച്ചാലോ, എനിക്കറിയില്ല, പരിശുദ്ധന്മാരോട് പറയുന്നു, തലമുറകളുമായി ബന്ധപ്പെട്ട് ദൈവം ചില പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർക്കാൻ തുടങ്ങുകയാണെന്ന്. തലമുറകളുമായി ബന്ധപ്പെട്ട് ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്കുള്ള മറുപടി, ചില ഡോറുകൾ ദൈവം തുറക്കാൻ തുടങ്ങുകയാ.